ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിത് ഇന്ന് സംസ്കൃത സ്കൂള് കായിക്ക റോഡിൻ്റെ ശോചനീയാവസ്ഥയെപ്പറ്റി നമ്മുടെ ഇവിടുത്തെ റോഡിൻ്റെ സൈഡിലുള്ള നാട്ടുകാർ ചെറിയൊരു പ്രതിഷേധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചെറിയൊരു പ്രതിഷേധ വാക്കുകളിലേക്ക് പോകാം. സമരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ നമ്മൾ ചെയ്ത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പഞ്ചായത്ത് 18-ാം വാർഡിലെ കായിക്കര അമ്പലത്തിൻ്റെ അവിടെ നിന്നും സംസ്കൃത സ്കൂളിൻ്റെ അവിടെ അവസാനിക്കുന്ന റോഡിലെ സമീപവാസികളായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് പൊളിച്ച റോഡാണ്. നിലവിൽ ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇത് ഫണ്ടില്ല, ഇത് കാലങ്ങളായിട്ട് നീണ്ടുപോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ്. അതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടുള്ള ഒരു രീതികളും ഇപ്പോൾ ഒരു 1-ാം ഘട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത ഭാഗം എന്നുള്ളത് പഞ്ചായത്തിലും കൂടാതെ കളക്ടറേറ്റ് അങ്ങനെ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഇതിൻ്റെ ഒരു പരാതിയായിട്ട് ഞങ്ങൾ പോകാനുള്ള ഒരു സമീപനമാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമീപവാസികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു സമരമുറ എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. പഞ്ചായത്ത് 18-ാം വാർഡിൽ കായിക്ക റോഡിൻ്റെ ശോചനാവസ്ഥയെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ ഇപ്പം കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മളൊരു പ്രതിഷേധം പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പലതവണ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളെ എല്ലാവരെയും നമ്മൾ അറിയിച്ച് ആർക്കും ഇതിൻ്റെതായ ഒരു ഉത്തരവാദിത്തങ്ങളില്ല. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നടന്നു പോലും പോകാൻ മേലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ. അതുകൂടാതെ തന്നെ ഒരുപാട് പ്രായമുള്ള ആൾക്കാർക്ക് ഒരു ആശുപത്രി പോകണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ മറ്റ് വാഹനങ്ങളിലോ ബൈക്കിലോ ഒന്നും പോകാൻ മേലാത്തൊരവസ്ഥയിലാണ് റോഡിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിപ്പോൾ പഞ്ചായത്ത് അധികാരികളെ അറിയിക്കും, അത് കഴിഞ്ഞ് ബ്ലോക്കിൽ അറിയിക്കും, ബ്ലോക്ക് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ കളക്ടറേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് എവിടം വരെ പോകാമെങ്കിലും നമ്മൾ പോകും. ഇതിപ്പോൾ നമ്മളൊരു ചെറിയൊരു സമരത്തിൻ്റെ ഒരു ആരംഭം മാത്രം കാണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ബാക്കിയുള്ള നടപടികൾ ഇതിന് മുമ്പ് ഈ റോഡിന് പല സമരം നടത്തി ഈ റോഡ് ടാർ ചെയ്ത സംഭവമുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ നീങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും വേഗം നമുക്ക് ഈ റോഡൊന്ന് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മളിതിൻ്റെ ശക്തമായ നടപടികളിലേക്ക് പോകാൻ നാട്ടുകാർ ഒന്നടങ്കം സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്.